إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا كل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ അറിയിച്ചു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ജീവിതവും മരണവും സൃഷ്ടിച്ചത്. നിങ്ങളിൽ ഓരോരുത്തരെയും നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അസീസാണ്, പ്രതാപിയാണ്. അതോടൊപ്പം അല്ലാഹു ഏറെ പൊറുക്കുന്നവനുമാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പടച്ചത് അവനുള്ള ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും നാം ചെയ്യുന്ന ആ ഇബാദത്ത് സ്വീകരിക്കുവാൻ വേണ്ടി ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മെ അറിയിച്ച രണ്ട് നിബന്ധനകൾ കൂടി നമ്മുടെ ഇബാദത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ നിബന്ധനയെക്കുറിച്ചാണ് ഈ ആയത്തിലുള്ള പരാമർശമെന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അഥവാ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, നമ്മുടെ ആയുസ് വന്നെത്തിയാൽ നമ്മൾ മരണപ്പെടുന്നത്, നമ്മൾ മരിച്ചു പോകുന്നത്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ചെയ്യുന്നതല്ല, അല്ലാഹുവിൻ്റെ വെറുതെ ഉള്ള ഒരു പ്രവർത്തനമല്ല, മറിച്ച് അല്ലാഹു യുക്തിപൂർണനാണ്, അവൻ്റെ യുക്തി പരിപൂർണമാണ്. അഥവാ നമുക്കുള്ള പരീക്ഷണമാണ് നമ്മുടെ ഈ ജീവിതവും നമ്മുടെ മരണവും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, മഹാനായ അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും നിഷ്കളങ്കമായിരിക്കണം, ഏറ്റവും ശരിയോടടുത്തതായിരിക്കണം. അതാണ് അഹ്സനു അമൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എന്താണ് താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. എന്താണ് അൽ ഇഖ്ലാസും വസ്സവാബും? അദ്ദേഹം വിശദീകരിച്ചു, ഇന്നൽ അമൽ, തീർച്ചയായും ഒരു അമൽ, ഒരു പ്രവർത്തനം, അഥവാ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് സഹോദരങ്ങളെ ആ പറയുന്നത്. നമ്മുടെ ഒരു കർമ്മം ഇദാ കാന ഖാലിസൻ, നമ്മൾ നിഷ്കളങ്കമായി കൊണ്ട് ചെയ്തു, വലം യകുൻ സവാബൻ, എന്നാൽ ശരിയോടടുത്തതല്ല എങ്കിൽ ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല. നേരെ തിരിച്ച് വഇദാ കാന സവാബൻ, ഒരാൾ ശരിയോടടുത്ത രൂപത്തിലാണ് പ്രവർത്തിച്ചത്, വലം യകുൻ ഖാലിസൻ, പക്ഷേ നിഷ്കളങ്കമായ പ്രവർത്തനമല്ല, ലം യുഖ്ബൽ, അങ്ങനെ ആയാലും സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം അത് കൂടുതൽ പറയുന്നു, ഹത്താ യകൂന ഖാലിസൻ സവാബ, ഖാലിസും സവാബുമായി തീരുന്നത് വരേക്കും, അഥവാ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേരുന്നത് വരേക്കും ഒരു അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഒരടിമയിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ ഖാലിസ്, എന്താണ് അഖ്ലസുഹു വൽ ഖാലിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മാ കാന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന, അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ചെയ്യുന്നതിനാണ് അഖ്ലസുഹു, അതല്ലെങ്കിൽ അൽ ഖാലിസ്, അൽ ഇഖ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ആ ഒരു നിബന്ധന നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കണം. ചെറുതാവട്ടെ വലുതാവട്ടെ, നാം ചെയ്യുന്ന ഏത് പ്രവർത്തനവും ഏത് ഇബാദത്തും അത് കറകളഞ്ഞതായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിലൊരാൾ വീഴ്ച വരുത്തിയാൽ അയാളുടെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. വൽ ഖാലിസ് എന്നാൽ മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ് അൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വസ്സവാബ്, ശരിയോടടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മാ കാന അല സുന്ന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം. ഈ രണ്ട് നിബന്ധനകളും യോജിച്ചാലാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രവർത്തനം നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിൻ്റെ ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാം, വലം യഖുൽ അക്സറു അമല. അല്ലാഹു ഇവിടെ നിങ്ങളിൽ ആരാണ് ധാരാളമായി പ്രവർത്തിക്കുന്നത് എന്നതല്ല പറഞ്ഞത്, മറിച്ച് അഹ്സനു അമൽ എന്നാണ് പറഞ്ഞത്. പ്രവർത്തനത്തിന്റെ കസ്റത്തല്ല, അതിന്റെ ധാരാളിത്തമല്ല, മറിച്ച് അതിന്റെ ഇഹ്സാനിലാണ് കാര്യം. അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ചെയ്യുന്നിടത്താണ് ഒരു കാര്യം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ രണ്ട് നിബന്ധനകളും യോജിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഉദ്ദേശിച്ച ലക്ഷ്യം അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിൽ ഒരുമിപ്പിച്ചു പറഞ്ഞതായി കാണാം. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഇന്നും അൽഹംദുലില്ലാ പാരായണം ചെയ്ത് അവസാനിപ്പിച്ച സൂറത്തുൽ കഹ്ഫിലെ ആയത്തിൽ നമുക്ക് കാണാം, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് അവൻ നല്ല പ്രവർത്തനം ചെയ്തുകൊള്ളട്ടെ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ, ആ സൽക്കർമ്മത്തിൽ തന്റെ റബ്ബിനോട് മറ്റൊരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഈ രണ്ട് നിബന്ധനകളാണ് സഹോദരങ്ങളെ നാം വഹിച്ചിട്ടുള്ള നമ്മുടെ സാക്ഷ്യം, നമ്മുടെ സത്യസാക്ഷ്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ രണ്ട് അർത്ഥമാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ നമ്മളൊരു ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നമ്മുടെ ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ തവക്കുൽ, നമ്മുടെ നേർച്ച, നമ്മുടെ അറവ് എന്തുമാവട്ടെ, ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഏതൊരു കാര്യമുണ്ടോ അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അർഹതയുള്ളൂ. അത് അള്ളാഹുവിന് വകവെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിയോ അവരുടെ തൃപ്തിയോ അവരുടെ പുകഴ്ത്തലോ അവരുടെ പ്രശംസകളോ നാം ആഗ്രഹിച്ചു പോകരുത്. നമ്മുടെ പ്രവർത്തനത്തിൽ കലർന്നു പോകരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ഇഖ്ലാസ് തകർന്നു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് പ്രിയമുള്ളവരെ, നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിച്ചുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. എന്തേ, നല്ലതല്ലേ, നല്ല കാര്യങ്ങളല്ലേ, നോമ്പല്ലേ, നിസ്കാരമല്ലേ, ദിക്റുകളല്ലേ, സ്വലാത്തല്ലേ? ഇല്ല, നമ്മുടെ വക ഒരു ഹർഫ് പോലും ഈ ദീനിൽ കടത്തിക്കൂട്ടാനോ ഈ ദീനിലുള്ളത് കുറക്കാനോ പാടുള്ളതല്ല എന്നതാണ് നാം ഈ വഹിച്ചിട്ടുള്ള, ഈ നെഞ്ചിലേറ്റിയിട്ടുള്ള സത്യസാക്ഷ്യത്തിന്റെ അർത്ഥം. അതാ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ എന്നതറിയിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, ഇന്നി അറാ സാഹിബക്കും യുഅല്ലിമുക്കും ഹത്താ യുഅല്ലിമകുമുൽ ഖിറാഅ. നിങ്ങളുടെ സാഹിബ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂട്ടുകാരൻ എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചതായിട്ടാണല്ലോ കാണുന്നത്. ഏതുവരെ? ബാത്റൂമിൽ പോകുമ്പോൾ ഒരാൾ പ്രാഥമിക ആവശ്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ പഠിപ്പിച്ചിട്ടാണല്ലോ പോയത്. ഇത് പരിഹാസ രൂപത്തിലാണ് ചോദിച്ചത്, അറിയാൻ ചോദിച്ചതല്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അജൽ, അതെ, എല്ലാം പഠിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു നഹാന
അയസ്തൻജി അഹദുനാ ബിയമീനി, എത്രത്തോളം അവിടുന്ന് പഠിപ്പിച്ചു ഒരാൾ പ്രാഥമിക ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞാൽ അഥവാ ടോയ്ലറ്റിൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വലത് കൈ കൊണ്ട് ശുചീകരിക്കരുത്. ഔ യസ്തഖ്ബിലൽ ഖിബ്ല, അതുപോലെ ഖിബ്ലക്ക് മുന്നിട്ട് ടോയ്ലറ്റിൽ ഇരിക്കരുത്. അതുപോലെ വനഹ അനിർ റൗസി വൽ ഇളാം, എല്ലുകൾ കൊണ്ടോ മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ കൊണ്ടോ ശുചീകരണം ചെയ്യരുത് എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസതി അഹ്ജാർ, മാത്രമല്ല ഇനി ഒരാൾക്ക് വെള്ളമില്ലാതെ കല്ലുകൊണ്ടാണ് ശുചീകരണം ചെയ്യുന്നത് എങ്കിൽ 3-ൽ കുറയാതെ ചെയ്യണം എന്നുവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണ് പോയത് എന്നത് അഭിമാനത്തോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഒരു ആമുഖം പറഞ്ഞു വെച്ചത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പരിപൂർണമായി നമുക്ക് എത്തിച്ചു തന്നിട്ടാണ് ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അതാ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലഖദ് തറകനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യതഖല്ലബു ഫിസ്സമാഇ ത്വാഇറുൻ ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോകുമ്പോൾ ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഇൽമ, വിജ്ഞാനം അതുവരെ പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. പ്രിയമുള്ളവരെ, നമുക്ക് അഭിമാനിക്കാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പരിപൂർണമായി നമുക്ക് എത്തിച്ചു തന്നിട്ടാണ് പോയത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തൊന്ന് കൊണ്ടുവന്നോ അത് പ്രവർത്തിക്കലാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് നിങ്ങളോട് എന്തൊക്കെ വിലക്കിയോ നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബയിലും പറയാറുണ്ടായിരുന്ന വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. ഇതാ ഇന്നും ഈ മിമ്പറിൽ വെച്ചും നിങ്ങളത് കേട്ടു. തഖ്വ കൊണ്ടുള്ള വസിയത്തുകൾക്ക് ശേഷം അമ്മാ ബഅദ്, ശേഷം ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, സംസാരങ്ങളിൽ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ്, ആയത്തുകളാണ്, അല്ലാഹുവിന്റെ കിതാബാണ്. അതാണ് വാക്കുകളിൽ സംസാരങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. വഖൈറുൽ ഹുദാ, മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എന്നിട്ട് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, ഈ ദീനിൽ കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അത് ഈ മതത്തിൽ ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഖുതുബയിലും അവിടുന്ന് പറയാറുണ്ടായിരുന്ന വാക്കാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ഒരാൾ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചു, പക്ഷേ സുന്നത്തിന് വിരുദ്ധമായിട്ടാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ അയാൾ വഴികേടിലാണ്, അയാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല, അയാൾ എത്ര ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാലും ശരി. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അവിടുത്തെ അവസാനത്തെ വസിയത്തുകൾ വരെ സുന്നത്ത് മുറുകെ പിടിക്കാനും അതിന് വിരുദ്ധമായ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെ കുറിച്ചാണ്. അത് സൂചിപ്പിക്കാനാണ് നമ്മുടെ ഇഖ്ലാസും നമ്മുടെ ഇത്തിബാഉം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമായാൽ, ബിദ്അത്തുകളിൽ ഏർപ്പെട്ടാൽ പല ആളുകളും നിസാരവൽക്കരിക്കാറുണ്ട്. എന്തേ, നല്ല കാര്യങ്ങളല്ലേ, നോമ്പല്ലേ, നിസ്കാരമല്ലേ, അല്ലെങ്കിൽ ദിക്റുകളല്ലേ, അതിനിങ്ങനെ പറയേണ്ടതുണ്ടോ, വിമർശിക്കേണ്ടതുണ്ടോ? അതൊക്കെ ശാഖാപരമായ കാര്യങ്ങളല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചില ആളുകൾ വളരെ ലഘൂകരിച്ചു പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാൻ ഈ സൂചിപ്പിച്ച 2 നിബന്ധനകൾ അതിൻ്റെ സ്ഥാനം എന്തുമാത്രം വലുതാണ് എന്നറിയിക്കുന്ന കാര്യമാണ്.
ഒന്ന് നമ്മുടെ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തത് സുന്നത്തിന്റെ സ്ഥാനം പ്രമാണങ്ങളിൽ നമ്മൾ കേട്ടു. ഇനി അതിന് വിരുദ്ധമായാൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി സൂചിപ്പിക്കട്ടെ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ദീനിലില്ലാത്തത് പുതുതായി കടത്തിക്കൂട്ടിയാൽ, അതിലെ ഒന്നാമത്തെ അപകടം എന്നത് തൊട്ടുമുന്നേ സൂചിപ്പിച്ചതുപോലെ അയാളുടെ പ്രവർത്തനം അയാളിലേക്ക് തന്നെ മടക്കപ്പെടും, അള്ളാഹു സ്വീകരിക്കുകയില്ല. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദീനിലില്ലാത്തത് ആരെങ്കിലും പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ ഈ ദീനിലില്ലാത്തത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ് പ്രിയമുള്ളവരെ ഒന്നാമത്തെ അപകടം എന്നത്. രണ്ടാമത്തെ അപകടം, ഒരാൾ ബിദ്അത്ത് ചെയ്താൽ, ഈ ദീനിലില്ലാത്തത് പുതുതായി പ്രവർത്തിച്ചാൽ, മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞു, മബ്തദഅ ഖൗമുൻ ബിദ്അതൻ ഫീ ദീനിഹിം, ഏതൊരു സമൂഹമാണോ തങ്ങളുടെ ദീനിലില്ലാത്ത പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നത്, ഇല്ലാ നസഅ അല്ലാഹു മിൻ സുന്നതിഹിം മിസ്ലഹാ, അവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ ഊരിയെടുക്കുന്നതാണ്. സുമ്മ ലാ യുഈദുഹാ ഇലൈഹിം ഇലാ യൗമിൽ ഖിയാമ, പിന്നീട് ഖിയാമത്ത് നാൾ വരെ അവരിലേക്ക് അത് മടക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഒരു ബിദ്അത്ത് ദീനിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടാൽ, ഒരു ബിദ്അത്ത് വന്നാൽ സുന്നത്ത് ഇല്ലാതാകും. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ശഅബാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണും. ശഅബാൻ മാസത്തിൽ, അതുപോലെ കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വളരെ പ്രാധാന്യത്തോടുകൂടി പല ആളുകളും നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു, പ്രത്യേകം ചില ഇബാദത്തുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും, നല്ലതല്ലേ, പുണ്യമല്ലേ, നോമ്പല്ലേ, നിസ്കാരമല്ലേ. എന്നാൽ നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള തിങ്കളും വ്യാഴവും, അതല്ലെങ്കിൽ ഇപ്പോൾ ശഅബാനിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്, ഇതിലൊന്നും കണിശത കാണിക്കാത്ത, ഇതിലൊന്നും ശ്രദ്ധ കാണിക്കാത്ത, ഇതിലൊന്നും താല്പര്യം കാണിക്കാത്ത ആളുകളതാ ബിദ്അത്തിന്റെ നോമ്പുകൾക്ക് പ്രത്യേകത കൽപ്പിക്കുന്നു. അത് മാത്രം എടുക്കുന്ന പല ആളുകളും അതിനെ വലിയ പർവ്വതീകരിച്ച് അതെടുക്കാത്ത ആളുകളെ വഴികേടിന്റെ ആളുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുൻഗാമികൾ പറഞ്ഞത് എത്ര സത്യമാണ്. ബിദ്അത്ത് വന്നാൽ സുന്നത്തില്ലാതെയായി പോകും. ഏത് സന്ദർഭത്തിലും ഏത് കാലഘട്ടത്തിലും നമുക്കിത് കാണാം. അതുകൊണ്ട് നോക്കൂ, രണ്ടാമത്തെ അപകടം അതാണ്. മൂന്നാമത്തെ അപകടം എന്നത് സഹോദരങ്ങളെ, അത് ഗുരുതരമായ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സൂറത്തുൽ മാഇദയിൽ ആയത്ത് അവതരിപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇതാ ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഇതാ നിങ്ങൾക്ക് ദീനായി, മതമായി നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. ഒരു അറഫ ദിനത്തിന്റെ, ഒരു അസ്റിന്റെ സമയത്താണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്. ഈ ആയത്തിൽ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്നാണെങ്കിൽ, ഇനി പിന്നീട് ദീനിൽ ആരെങ്കിലും വല്ലതും നല്ലതല്ലേ എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടിയാൽ അയാൾ ഈ ആയത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു. മാത്രമല്ല, അയാൾ വാദിക്കുന്നത് എന്താണ്? ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ വല്ല ബിദ്അത്തും കടത്തിക്കൂട്ടിയാൽ എന്നിട്ട് അത് നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അള്ളാഹു ആയത്തിൽ പറഞ്ഞ ദീൻ പൂർത്തീകരിച്ചു എന്നാണ്. ഇല്ല, ഇനി ഇതും കൂടിയുണ്ട് എന്ന് പറഞ്ഞു വല്ല ഇബാദത്തും ഒരാൾ കടത്തിക്കൂട്ടിയാൽ അയാൾ പറയാതെ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഗുരുതരമായ ആരോപണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ എപ്രകാരം പൂർത്തീകരിച്ചു എന്നത് തൊട്ടുമുന്നേ നമ്മൾ കേട്ടു. ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകിനകത്ത് വല്ല ഇൽമും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവരെ പഠിപ്പിച്ചിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇല്ല ഇതുകൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ ആരോപണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അയാൾ പറയുന്നത്. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു,
ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ദിവസം എന്തൊന്ന് ദീനാവുകയില്ലയോ, ഫലാ യകൂനുൽ യൗമ ദീന, ഇന്നേ ദിവസവും അത് ദീനാവുകയില്ല. അന്ന് എന്തൊന്ന് ദീനിലില്ലയോ അതിന്നും ദീനിലില്ല. അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ദീനിലില്ലാത്ത ഒരു ഇബാദത്തും പിന്നെ ഈ ദീനിലില്ലാത്തതാണ്. പിന്നെ ആരൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞാലും ശരി, എത്ര അതിനെ മനോഹരവൽക്കരിച്ചാലും ശരി, എത്ര അതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞാലും ശരി, അത് ദീനിലില്ലാത്തതാണ്. കാരണം അള്ളാഹുവിന്റെ ആയത്തിൽ ഈ ദീൻ പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. നാലാമത്തെ അപകടം, പ്രിയമുള്ളവരെ, ബിദ്അത്തുകാരൻ അല്ലെങ്കിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ അന്ധതയിലാണുള്ളത്. അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ. നബിയെ ചോദിക്കുക, കർമ്മങ്ങൾ നഷ്ടത്തിലായി പോയ ആളുകളെ കുറിച്ച് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആരാണവർ? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ദുനിയാവിൽ ഈ ഐഹിക ലോകത്ത് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വഴികേടിലാണ്, തെറ്റിപ്പോയിട്ടുണ്ട്. ളല്ല സഅയ്ഹും, അവരുടെ ആ പ്രയത്നങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം വഴികേടിലായി പോയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അവർ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് എന്നാണ്. ഇതാണ് പ്രിയമുള്ളവരെ ബിദ്അത്തിന്റെ ഏറ്റവും വലിയ അപകടം. മേൽ പറഞ്ഞതൊക്കെ ഗുരുതരമായ അപകടമാണ്. നോക്കൂ, അതുപോലെ ഗുരുതരമായ അപകടമാണിത്. ഒരാൾ ബിദ്അത്തുകാരനാണ്, ബിദ്അത്തിലാണുള്ളത്, ചെയ്യുന്നത് മുഴുവനും സ്വീകരിക്കപ്പെടാത്ത ദീനിൽ ഗുരുതരമായ അപകടത്തിലാണ് അയാൾ ഉള്ളത്. പക്ഷെ അയാൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ, ഞാനാണ് യഥാർത്ഥ പാതയിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ബിദ്അത്തിനെ എതിർത്താൽ ആ എതിർക്കുന്നവർ പുത്തൻവാദികളാകും. ഇപ്പൊ നോക്കൂ, ശഅബാൻ 15 ഇതാ ഈ ബറാഅത്ത് എന്ന ആചാരം ദീനിലില്ലാത്തതാണ്. അങ്ങനെ ഒരു നോമ്പ്, പ്രത്യേകമായ ഒരു ബറാഅത്ത് നോമ്പില്ലാത്തതാണ്. അന്ന് പ്രത്യേകം 3 യാസീനും അതുപോലെയുള്ള ഇബാദത്തുകളും ഇതൊന്നും ദീനിലില്ലാത്തതാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും, കണ്ടോ ഇത് പുത്തൻവാദികളാണ്, ഇത് പുത്തൻവാദികളുടെ വാദമാണ്, ഈ പറയുന്ന ആളുകളാണ് പുത്തൻവാദികൾ, നമ്മൾ പണ്ടേ ചെയ്തു വരുന്നതല്ലേ എന്ന് പറയും. അതെത്ര വലിയ അപകടമാണ്. ഒരാൾ തൗബ ചെയ്ത് മടങ്ങാതിരിക്കാനുള്ള കാരണമാണത്. താൻ സത്യത്തിലാണ് എന്നൊരാൾ മിഥ്യാധാരണയിൽ ജീവിക്കുന്ന കാലത്തോളം അയാൾ അതിൽ നിന്ന് മടങ്ങുകയില്ല. അല്ലാഹു പറയുകയാണ്, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അയാൾ ശരിയുടെ ഭാഗത്താണ്, അയാൾ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് എന്നാണ് അയാൾ ധരിച്ചു വെക്കുന്നത്. സഹോദരങ്ങളെ, ഗുരുതരമായ തെറ്റാണിത്, അപകടമാണിത്. അഞ്ചാമത്തെ ഒരു അപകടം ഒരു ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ബിദ്അത്തുകാരൻ അയാൾ തൗബ ചെയ്യുകയില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഇബ്ലീസിന് മഅസിയത്തിനേക്കാൾ, തിന്മകളേക്കാൾ ബിദ്അത്താണ് ഏറ്റവും ഇഷ്ടം. കാരണം വൽ മഅസിയതു യുതാബു മിൻഹാ, തിന്മ ചെയ്യുന്ന ഒരാൾ, പാപിയായ ഒരാൾ തൗബ ചെയ്തേക്കാം. ചെയ്യുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അതിൽ നിന്ന് മടങ്ങിയേക്കാൻ സാധ്യതയുണ്ട്, തെറ്റാണെന്ന് ബോധ്യപ്പെടും. എന്നാൽ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് അതിൽ നിന്നൊരിക്കലും തൗബ ചെയ്യുകയില്ല. ബിദ്അത്തുകാരൻ അയാൾ നന്മയിലാണ്, ഞാനാണ് സത്യത്തിന്റെ പാതയിൽ എന്ന് വിചാരിക്കുന്ന കാലത്തോളം അയാൾ തൗബ ചെയ്യുകയില്ല. നോക്കൂ, നിങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് പ്രിയമുള്ളവരെ ഇത്തരം ആളുകൾ ഉള്ളത് എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടങ്ങൾ 5ഓളം കാര്യങ്ങൾ സൂചിപ്പിച്ചു. 6ാമതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം,
ഒരു ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ പരലോകത്ത് ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ ഹൗദുൽ കൗസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന ഹൗദ്, അതിൽ നിന്ന് അയാളെ ആട്ടി ഓടിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജാഉ ബി അഖ്വാമിൻ യൗമൽ ഖിയാമത്തി ഫയൂഖദു ബിഹിം ദാത ശിമാലി ഫഅഖൂലു യാ റബ്ബി ഉസൈഹാബി. ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കും, എൻ്റെ സമൂഹമേ, എൻ്റെ സമൂഹമേ എന്ന് വിളിക്കും. ഫയുഖാൽ, അപ്പോൾ അവിടുത്തോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. നബിയെ, താങ്കൾക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. അഥവാ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ബിദ്അത്തുകൾ ചെയ്തിട്ട് അങ്ങനെ പരലോകത്തെത്തിയവരാണവർ. അതുകൊണ്ട് അവർക്ക് ഈ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളമില്ല, പാനീയമില്ല, കുടിനീരില്ല എന്നാണ് അവിടുത്തോട് പറയപ്പെടുക. ആ സന്ദർഭത്തിൽ ഹദീസിൽ കാണാം, അവിടുന്ന് പറയും, സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദി. വിദൂരം വിദൂരം, എനിക്ക് ശേഷം ഈ ദീനിൽ മാറ്റം വരുത്തിയ ആളുകൾ അകന്നു പോകൂ എന്ന് പറഞ്ഞ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ ആട്ടി അകറ്റും എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ നോക്കൂ, ബിദ്അത്തിന്റെ അപകടമാണിത്. അതുപോലെ തന്നെ ഏഴാമത്തെ അപകടം പണ്ഡിതന്മാർ പറഞ്ഞു. ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സുന്നത്തിന് എതിരായി ഈ ഐക്യത്തെ തകർക്കുന്നവനാണ്. നിങ്ങൾ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നാണ് പറയാറുള്ളത്, സുന്നത്തിന്റെ ആളുകൾ, ഐക്യത്തിന്റെ ആളുകൾ. എന്നാൽ ബിദ്അത്തുകാരെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ, പുത്തനാചാരത്തിന്റെ ഈ ദീനിൽ ഭിന്നതയും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കിയ ആളുകൾ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്ന ആ സത്യസരണി, ആ യഥാർത്ഥ അഹ്ലു സുന്നയുടെ പാത, അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളാണ് യഥാർത്ഥത്തിൽ ബിദ്അഈ കക്ഷികൾ. അത് വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, ആചാര കാര്യങ്ങളിലാകട്ടെ, കർമാനുഷ്ഠാന കാര്യങ്ങളിലാവട്ടെ, ഏത് കാര്യത്തിലും ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ബിദ്അത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരിശുദ്ധ ദീനിന്റെ ഐക്യം അത് തകർത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 7ഓളം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ ബിദ്അത്തിന്റെ അപകടങ്ങളാണ്. ബിദ്അത്ത് എന്നത് നമ്മെ നശിപ്പിച്ചു കളയും ദുനിയാവിലും ആഖിറത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നോക്കൂ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു താക്കീത് സൂറത്തു നൂറിൽ നമുക്ക് കാണാം. ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന, എതിര് നിൽക്കുന്ന ആളുകൾ, അവർ ജാഗ്രത കൈക്കൊള്ളട്ടെ, അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്താണ് അവർ സൂക്ഷിക്കേണ്ടത്? അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന ബാധിക്കുന്നത്, അവർക്ക് ഫിത്ന ബാധിക്കുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ന എന്ന് പറഞ്ഞത്? അവരുടെ ഖൽബുകൾക്ക്, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരുതരം രോഗമുണ്ടാകും. കുഫറിന്റെ, നിഫാഖിന്റെ, ബിദ്അത്തിന്റെ അതുപോലെയുള്ള രോഗം അവരെ പിടികൂടും. ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിര് നിൽക്കുന്ന ആളുകൾക്ക് ദുനിയാവിലെ ശിക്ഷയാണത്. അവരുടെ ഖൽബ് കേടുവരും. എങ്ങനെയാണ് കേടുവരിക? കുഫറിന്റെ, നിഫാഖിന്റെ, ബിദ്അത്തിന്റെ രോഗങ്ങൾ അവരെ പിടികൂടും. ഇനിയോ ഔ യുസീബഹും അദാബുൻ അലീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഹദ്ദ് നടപ്പാക്കപ്പെടും. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ അപകടത്തിലാണ് ഒരു ബിദ്അത്തുകാരൻ ഉള്ളത്, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നേ കഴിഞ്ഞ ഖുതുബകളിൽ കേട്ട് കാണും, ശഅബാനിന്റെ 15 രാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠതയല്ലാത്ത മറ്റൊരു ശ്രേഷ്ഠതയും ഇല്ല പ്രിയമുള്ളവരെ. ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ കൽപ്പനകളുണ്ട്, മാതൃകയുണ്ട്. ഇതല്ലാത്ത
പ്രത്യേകമായി ഒരു നിസ്കാരമോ പ്രത്യേകമായി 3 യാസീൻ ഓതലോ അതല്ലെങ്കിൽ പ്രത്യേകമായി ആ ദിവസത്തെക്കുറിച്ച് അന്നാണ് ഖദറിന്റെ ദിവസം അഥവാ വിധി നിർണയത്തിന്റെ ദിവസം എന്ന വിശ്വാസമോ, ഇതൊക്കെ പിഴച്ച വിശ്വാസമാണ്. ഇതെല്ലാം പ്രമാണ വിരുദ്ധമാണ്. ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്കെതിരാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഇത്തരം അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്ന ദുആ നമുക്ക് ഇപ്രകാരം കാണാം: അല്ലാഹുമ്മ അമിത്നാ അലൽ ഇസ്ലാമി വസുന്ന, ഇസ്ലാമിലും സുന്നത്തിലുമായി കൊണ്ട് മരിപ്പിക്കണേ എന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ദുആ ചെയ്തത്. ഇസ്ലാം ലഭിച്ചു, അൽഹംദുലില്ലാ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, അല്ലാഹു അതിലായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അതോടൊപ്പം സുന്നത്ത് കൂടി, സുന്നത്തിന്റെ ആളുകളായി അങ്ങനെ മരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലേ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് 2 നിബന്ധനകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അള്ളാഹു അവരുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. ശിഫാ നൽകുമാറാവട്ടെ. ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.